1 രാജാക്കന്മാർ അധ്യായം 19. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെപ്പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ടു എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദയ്ക്കുൾപ്പെട്ട ബേർഷേബയിൽ ചെന്നു അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്നു ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കിലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ചു പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്നു അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു തിന്നു കുടിച്ചു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. അവിടെ അവനൊരു ഗുഹയിൽ കടന്നു രാപാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്കെന്ത് കാര്യം എന്ന് ചോദിച്ചു. അതിന് അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. നീ പുറത്തു വന്നു പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീ, തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പുകൊണ്ട് മുഖം മൂടി പുറത്തു വന്നു. ഗുഹാമുഖത്തു നിന്നു. ഏലിയാവേ, ഇവിടെ നിനക്കെന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. അതിന് അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നു കളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അവനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ പുറപ്പെട്ടു ദമ്മേശെക്കിൻ്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മെഹോലയിൽ നിന്നുള്ള സാഫാത്തിൻ്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. ഹസായേലിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹൂ കൊല്ലും, യേഹൂവിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ എലീശ കൊല്ലും. എന്നാൽ ബാലിനു മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു. സാഫാത്തിൻ്റെ മകനായ എലീശയെ കണ്ടെത്തി. അവൻ 12 ഏർ കാള പൂട്ടി ഉഴുവിച്ചുകൊണ്ടിരുന്നു. 12-ാമത്തേതിനോടുകൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് അവൻ്റെ അരികെ ചെന്നു തൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു. അവൻ കാളയെ വിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ ഓടി. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ചു കൊള്ളട്ടെ, അതിൻ്റെ ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാം എന്ന് പറഞ്ഞു. അതിന് അവൻ, പോയി വരിക, എന്നാൽ
ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നോർക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനെ വിട്ടുചെന്ന് ഒരേർ കാളയെ പിടിച്ച് അറുത്തു. കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്തു ജനത്തിനു കൊടുത്തു. അവർ തിന്നു. പിന്നെ അവൻ എഴുന്നേറ്റു ഏലിയാവിൻ്റെ പിന്നാലെ ചെന്നു അവന് ശുശ്രൂഷകനായി തീർന്നു. 1 രാജാക്കന്മാർ അധ്യായം 20. അരാം രാജാവായ ബെൻ-ഹദദ് തൻ്റെ സൈന്യത്തെ ഒക്കെയും ഒന്നിച്ചു കൂട്ടി. അവനോടുകൂടെ 32 രാജാക്കന്മാരും കുതിരകളും രഥങ്ങളും ഉണ്ടായിരുന്നു. അവൻ പുറപ്പെട്ടു വന്നു ശമര്യയെ നിരോധിച്ചു, അതിൻ്റെ നേരെ യുദ്ധം ചെയ്തു. അവൻ ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ അടുക്കൽ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ച് അവനോട്, നിന്റെ വെള്ളിയും പൊന്നും എനിക്കുള്ളത്, നിന്റെ സൗന്ദര്യമേറിയ ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളവർ എന്നിങ്ങനെ ബെൻ-ഹദദ് പറയുന്നു എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവ്, എൻ്റെ യജമാനനായ രാജാവേ, നീ പറഞ്ഞതുപോലെ ഞാനും എനിക്കുള്ളതൊക്കെയും നിനക്കുള്ളത് തന്നെ എന്ന് മറുപടി പറഞ്ഞയച്ചു. ദൂതന്മാർ വീണ്ടും വന്നു. ബെൻ-ഹദദ് ഇപ്രകാരം പറയുന്നു, നിന്റെ വെള്ളിയും പൊന്നും നിന്റെ ഭാര്യമാരെയും നിന്റെ പുത്രന്മാരെയും എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ. നാളെ ഈ നേരത്ത് ഞാൻ എൻ്റെ ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയക്കും. അവർ നിന്റെ അരമനയും നിന്റെ ഭൃത്യന്മാരുടെ വീടുകളും ശോധന ചെയ്ത് നിനക്കിഷ്ടമുള്ളതൊക്കെയും കൈക്കലാക്കി കൊണ്ടുപോരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് ദേശത്തുള്ള എല്ലാ മൂപ്പന്മാരെയും വരുത്തി, അവൻ ദോഷം ഭാവിക്കുന്നത് നോക്കിക്കാൺമീൻ. എൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും എൻ്റെ വെള്ളിയും പൊന്നും അവൻ ആളയച്ചു ചോദിച്ചു. എന്നാൽ ഞാൻ വിരോധിച്ചില്ല എന്ന് പറഞ്ഞു. എല്ലാ മൂപ്പന്മാരും സകല ജനവും അവനോട്, നീ കേൾക്കരുത്, സമ്മതിക്കേമരുത് എന്ന് പറഞ്ഞു. ആകയാൽ അവൻ ബെൻ-ഹദദിൻ്റെ ദൂതന്മാരോട്, നിങ്ങൾ എൻ്റെ യജമാനനായ രാജാവിനോട്, നീ ആദ്യം അടിയൻ്റെ അടുക്കൽ പറഞ്ഞയച്ചതൊക്കെയും ചെയ്തു കൊള്ളാം, എന്നാൽ ഈ കാര്യം എനിക്ക് ചെയ്യുവാൻ കഴിവില്ല എന്ന് ബോധിപ്പിക്കണം എന്ന് പറഞ്ഞു. ദൂതന്മാർ ചെന്ന് ഈ മറുപടി ബോധിപ്പിച്ചു. ബെൻ-ഹദദ് അവൻ്റെ അടുക്കൽ ആളയച്ചു, എന്നോടുകൂടെയുള്ള എല്ലാ പടജനത്തിനും കൈക്ക് ഓരോ പിടി വാരുവാൻ ശമര്യയിലെ പൊടി മതിയാകുമെങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവ്, വാൾ അരയ്ക്ക് കെട്ടുന്നവൻ അഴിച്ചു കളയുന്നവനെ പോലെ വമ്പ് പറയരുത് എന്നവനോട് പറവീൻ എന്നുത്തരം പറഞ്ഞു. എന്നാൽ അവനും രാജാക്കന്മാരും മണിപ്പന്തലിൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്ക് കേട്ടിട്ട് തൻ്റെ ഭൃത്യന്മാരോട് ഒരുങ്ങിക്കൊള്ളുവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ പട്ടണത്തിനു നേരെ യുദ്ധത്തിനൊരുങ്ങി. എന്നാൽ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ അടുക്കൽ വന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ മഹാസംഘത്തെ ഒക്കെയും നീ കണ്ടുവോ? ഞാൻ ഇന്ന് അതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ യഹോവ എന്ന് നീ അറിയും എന്ന് പറഞ്ഞു. ആരെക്കൊണ്ട് എന്ന് ആഹാബ് ചോദിച്ചതിന് അവൻ, ദേശാധിപതികളുടെ ബാല്യക്കാരെ കൊണ്ട് എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആർ പട തുടങ്ങണം എന്ന് ചോദിച്ചതിന് നീ തന്നെ എന്ന് അവനുത്തരം പറഞ്ഞു. അവൻ ദേശാധിപതികളുടെ ബാല്യക്കാരെ എണ്ണി നോക്കി. അവർ 232 പേരായിരുന്നു. അവരുടെ ശേഷം അവൻ ഇസ്രായേൽ മക്കളുടെ പടജനത്തെയൊക്കെയും എണ്ണി 7000 പേർ എന്ന് കണ്ടു. അവർ ഉച്ചസമയത്ത് പുറപ്പെട്ടു. എന്നാൽ ബെൻ-ഹദദ് തനിക്ക് തുണയായിരുന്ന 32 രാജാക്കന്മാരോടുകൂടെ മണിപ്പന്തലിൽ കുടിച്ചു മത്തനായിരുന്നു. ദേശാധിപതികളുടെ ബാല്യക്കാർ ആദ്യം പുറപ്പെട്ടു. ബെൻ-ഹദദ് ആളയച്ചു അന്വേഷിച്ചാറെ ശമര്യയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടെന്ന് അറിവ് കിട്ടി. അപ്പോൾ അവർ സമാധാനത്തിന് വരുന്നെങ്കിലും അവരെ ജീവനോടെ പിടിപ്പീൻ, അവർ യുദ്ധത്തിന് വരുന്നെങ്കിലും അവരെ ജീവനോടെ പിടിപ്പീൻ എന്ന് കൽപ്പിച്ചു. പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതോ ദേശാധിപതികളുടെ ബാല്യക്കാരും അവരെ തുടർന്നു പോന്ന സൈന്യവുമായിരുന്നു. അവർ ഓരോരുത്തൻ താന്താൻ്റെ നേരെ വരുന്നവനെ കൊന്നു. അരാമ്യർ ഓടിപ്പോയി.
ഇസ്രായേൽ അവരെ പിന്തുടർന്നു. അരാം രാജാവായ ബെൻഹദദ് കുതിരപ്പുറത്ത് കയറി കുതിരച്ചേവകരോടുകൂടെ ചാടിപ്പോയി. പിന്നെ ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടു, കുതിരകളെയും രഥങ്ങളെയും പിടിച്ചു, അരാമ്യരെ കഠിനമായി തോൽപ്പിച്ചു കളഞ്ഞു. അതിൻ്റെ ശേഷം ആ പ്രവാചകൻ ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, ധൈര്യപ്പെട്ടു ചെന്ന് നീ ചെയ്യുന്നത് കരുതിക്കൊള്ളുക. ഇനിയത്തെ ആണ്ടിൽ അരാം രാജാവ് നിന്റെ നേരെ പുറപ്പെട്ടു വരും എന്ന് പറഞ്ഞു. അരാം രാജാവിനോട് അവൻ്റെ ഭൃത്യന്മാർ പറഞ്ഞത്, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അതുകൊണ്ടത്രേ അവർ നമ്മെ തോൽപ്പിച്ചത്. സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ആ രാജാക്കന്മാരെ അവനവൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി അവർക്ക് പകരം ദേശാധിപതിമാരെ നിയമിക്കണം. പിന്നെ നിനക്ക് നഷ്ടമായി പോയ സൈന്യത്തിന് സമമായൊരു സൈന്യത്തെയും കുതിരപ്പടയ്ക്ക് സമമായ കുതിരപ്പടയെയും രഥങ്ങൾക്ക് സമമായ രഥങ്ങളെയും ഒരുക്കിക്കൊള്ളുക. എന്നിട്ട് നാം സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്യുക. നാം അവരെ തോൽപ്പിക്കും നിശ്ചയം. അവൻ അവരുടെ വാക്ക് കേട്ടു, അങ്ങനെ തന്നെ ചെയ്തു. പിറ്റേ ആണ്ടിൽ ബെൻഹദദ് അരാമ്യരെ എണ്ണി നോക്കി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ അഫേക്കിന് പുറപ്പെട്ടു വന്നു. ഇസ്രായേലിയരെയും എണ്ണി നോക്കി അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തു, അവരുടെ നേരെ പുറപ്പെട്ടു. ഇസ്രായേലിയർ ആട്ടിൻകുട്ടികളുടെ 2 ചെറിയ കൂട്ടം പോലെ അവരുടെ നേരെ പാളയമിറങ്ങി. അരാമ്യരോ ദേശത്ത് നിറഞ്ഞിരുന്നു. ഒരു ദൈവപുരുഷൻ അടുത്തു വന്നു ഇസ്രായേൽ രാജാവിനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറകൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെ ഒക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ യഹോവ തന്നെ എന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞു. എന്നാൽ അവർ അവരുടെ നേരെ 7 ദിവസം പാളയമിറങ്ങിയിരുന്നു. 7-ാം ദിവസം പടയുണ്ടായി. ഇസ്രായേലിയർ അരാമ്യരിൽ 100,000 കാലാളുകളെ ഒരു ദിവസം തന്നെ കൊന്നു. ശേഷിച്ചവർ അഫേക്ക് പട്ടണത്തിലേക്ക് ഓടിപ്പോയി. ശേഷിച്ചിരുന്ന 27,000 പേരുടെ മേൽ പട്ടണമതിൽ വീണു. ബെൻഹദദും ഓടി പട്ടണത്തിനകത്ത് കടന്നു, ഒരു ഉള്ളറയിൽ ഒളിച്ചു. അവൻ്റെ ഭൃത്യന്മാർ അവനോട്, ഇസ്രായേൽ ഗ്രഹത്തിലെ രാജാക്കന്മാർ ദയയുള്ള രാജാക്കന്മാർ എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അരയ്ക്ക് രട്ടും തലയിൽ കയറും കെട്ടി ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ചെല്ലട്ടെ, പക്ഷേ അവൻ നിന്നെ ജീവനോടെ രക്ഷിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അരയ്ക്ക് രട്ടും തലയിൽ കയറും കെട്ടി ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നു. എൻ്റെ ജീവനെ രക്ഷിക്കണമേ എന്ന് നിന്റെ ദാസനായ ബെൻഹദദ് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ ജീവനോടെ ഇരിക്കുന്നുവോ? അവൻ എൻ്റെ സഹോദരൻ തന്നെ എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത് ശുഭലക്ഷണം എന്ന് ധരിച്ചു ബന്ധപ്പെട്ടു അവൻ്റെ വാക്ക് പിടിച്ചു. അതെ, നിന്റെ സഹോദരൻ ബെൻഹദദ് എന്ന് പറഞ്ഞു. അതിന് അവൻ, നിങ്ങൾ ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ബെൻഹദദ് അവൻ്റെ അടുക്കൽ പുറത്തേക്ക് വന്നു. അവൻ അവനെ രഥത്തിൽ കയറ്റി. അവൻ അവനോട്, എൻ്റെ അപ്പൻ നിന്റെ അപ്പനോട് പിടിച്ചടക്കിയ പട്ടണങ്ങളെ ഞാൻ മടക്കിത്തരാം. എൻ്റെ അപ്പൻ ശമരിയയിൽ ഉണ്ടാക്കിയതുപോലെ നീ ദമ്മശ്ശേക്കിൽ നിനക്ക് തെരുവീഥികളെ ഉണ്ടാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് ആഹാബ്, ഈ ഉടമ്പടിയിന്മേൽ ഞാൻ നിന്നെ വിട്ടയക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനോട് ഉടമ്പടി ചെയ്തു അവനെ വിട്ടയച്ചു. എന്നാൽ പ്രവാചക ശിഷ്യന്മാരിൽ ഒരുത്തൻ യഹോവയുടെ കൽപ്പന പ്രകാരം തൻ്റെ ചങ്ങാതിയോട്, എന്നെ അടിക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ അവനെ അടിപ്പാൻ മനസ്സായില്ല. അവൻ അവനോട്, നീ യഹോവയുടെ വാക്ക് അനുസരിക്കായ്ക കൊണ്ട് നീ എന്നെ വിട്ടു പുറപ്പെട്ട ഉടനെ ഒരു സിംഹം നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു. അവൻ അവനെ വിട്ടു പുറപ്പെട്ട ഉടനെ ഒരു സിംഹം അവനെ കണ്ടു കൊന്നു കളഞ്ഞു. പിന്നെ അവൻ മറ്റൊരുത്തനെ കണ്ടു, എന്നെ അടിക്കണമേ എന്ന് പറഞ്ഞു. അവൻ അവനെ അടിച്ചു മുറിവേൽപ്പിച്ചു. പ്രവാചകൻ ചെന്നു വഴിയിൽ രാജാവിനെ കാത്തിരുന്നു. അവൻ തലപ്പാവ് കണ്ണുവരെ താഴ്ത്തിക്കെട്ടി വേഷം മാറി നിന്നു. രാജാവ് കടന്നു പോകുമ്പോൾ അവൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞത്,
അടിയൻ പടയുടെ നടുവിൽ ചെന്നിരുന്നു. അപ്പോൾ ഇതാ ഒരുത്തൻ തിരിഞ്ഞ് എൻ്റെ അടുക്കൽ ഒരാളെ കൊണ്ടുവന്നു. ഇവനെ സൂക്ഷിക്കണം. ഇവനെ കാണാതെ പോയാൽ നിന്റെ ജീവൻ അവൻ്റെ ജീവന് പകരം ഇരിക്കും. അല്ലെങ്കിൽ നീ 1 താലന്ത് വെള്ളി തൂക്കി തരേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നാൽ അടിയൻ അങ്ങുമിങ്ങും ബദ്ധപ്പാടായിരിക്കുമ്പോൾ അവനെ കാണാതെ പോയി. അതിന് ഇസ്രായേൽ രാജാവ് അവനോട്, നിന്റെ വിധി അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, നീ തന്നെ തീർച്ചയാക്കിയല്ലോ എന്ന് പറഞ്ഞു. തൽക്ഷണം അവൻ കണ്ണിന്മേൽ നിന്ന് തലപ്പാവ് നീക്കി. അപ്പോൾ അവൻ ഒരു പ്രവാചകനെന്ന് ഇസ്രായേൽ രാജാവ് അറിഞ്ഞു. അവൻ അവനോട്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നാശത്തിനായിട്ട് ഞാൻ നിയമിച്ച ആളെ നീ വിട്ടയച്ച് കളക കൊണ്ട് നിന്റെ ജീവൻ അവൻ്റെ ജീവനും നിന്റെ ജനം അവൻ്റെ ജനത്തിനും പകരമായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇസ്രായേൽ രാജാവ് വ്യസനവും നീരസവുമുള്ളവനായി അരമനയിലേക്ക് പുറപ്പെട്ടു ശമര്യയിൽ എത്തി.